അത് ബുംറേനെ പഞ്ഞി കിട്ടും. 15 വയസ്സുള്ള പയ്യൻ ഇത്ര ലോകോത്തര ഒരു ബോളറെ എടുത്ത് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് ബുംറ 2 കളി ബ്രേക്ക് കൊടുക്കുന്നതും ആവാം. ഹാർദിക് പാണ്ഡ്യ മണ്ടത്തൊക്കെ കാണിക്കുന്നുണ്ട്. പാണ്ഡ്യ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണം. പക്ഷെ ധോണി ഇപ്പൊ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ധോണിയെ കൊണ്ട് ഇനി ചെന്നൈക്ക് അത്ര വലിയ പ്രയോജനം തിരിച്ചു വരുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സഹീർ ഖാന് ശേഷം ഇന്ത്യ കണ്ട മികച്ച ബോളർമാരിൽ ഒരാളാണ് ജസ്പ്രീത് ബുംറ. വേഗത കൊണ്ടും കൃത്യത കൊണ്ടും എതിരാളികളെ തരിപ്പണമാക്കാൻ പ്രേരശേഷിയുള്ള താരം. എന്നാൽ IPL വരുമ്പോൾ ഇത്തവണ ഒരു വിക്കറ്റ് പോലും 5 മത്സരങ്ങളിൽ നിന്നും ബുംറയ്ക്ക് വീഴ്ത്താനായിട്ടില്ല. ബുംറയ്ക്ക് പറ്റിയത് എന്ത്? വെൽക്കം ടു സ്പോർട്സ് ഹോസ്. അങ്ങനെ IPL പ്രാരംഭഘട്ടമൊക്കെ ആരംഭിച്ചു. ദൈവത്തിന്റെ പോരാളി 5ാം കിരീടം ഉയർത്താൻ വേണ്ടി കളി തുടങ്ങി. പക്ഷെ പ്രധാന പ്രശ്നം ജസ്പ്രീത് ബുംറയുടെ വിക്കറ്റ് ഇല്ലായ്മയാണ്. എല്ലാ തവണയും ഈ വൈകി ഫോമിലാവുകയും അവസാനത്തെ ഒരു പീക്കിലേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയാണ്. മുംബൈ ഇനി സമയമുണ്ട്. ബുംറയുടെ കാര്യത്തിൽ 2014 ബുംറ ഒരു 4 കളി അടുപ്പിച്ച് വിക്കറ്റ് കിട്ടാതിരിക്കുന്നത്. ഈ 2014 എന്ന് പറഞ്ഞാൽ ബുംറയുടെ ഡെബ്യൂ സീസണാണ്. അതിനുശേഷം പിന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ 5 കളി ഓൾമോസ്റ്റ് ഒരു 100-115 ബോളാണ് വിക്കറ്റ് ഇല്ലാതെ കാണുന്നത്. അതും എസ്പെഷ്യലി 5 കളിയും ബുംറയ്ക്ക് വിക്കറ്റ് ഇല്ല. പ്രത്യേകിച്ച് ആ വേൾഡ് കപ്പിലെ പിന്നെ ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് പ്രകടനവും ഇന്ത്യയുടെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. വരുൺ ചക്രവർത്തിയോടൊപ്പം 14 വിക്കറ്റ്. എന്നിട്ട് പോലും ആ ഒരു ഫോം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുംറയ്ക്ക് പറ്റുന്ന ബുംറേനെ അല്ല നമ്മൾ ഈ IPL മൊത്തം കാണുന്നത് ഒരു വേറൊരു കാരണം. ബുംറേനെ 6 അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. പണ്ട് വസീം അക്രത്തിനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. വസീം അക്രത്തിന് ഈ റിവേഴ്സിങ് ഉള്ള കാരണം കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 2020 ടീം എന്ന് പറയുമ്പോൾ എതിർ ടീമിന് 16 ഓവർ കളിക്കാനുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ വൈഭവ് സൂര്യവംശി അന്ന് ശരിക്കും പൊളിച്ചത്. അത് ബുംറേനെ പഞ്ഞി കിട്ടും. 15 വയസ്സുള്ള പയ്യൻ ഇത്ര ലോകോത്തര ഒരു ബോളറെ എടുത്ത് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യവംശി ഒരു എക്സെപ്ഷണൽ ടാലന്റ് ആണ്. സൂര്യവംശി മാത്രമല്ല, ഇവിടെ ഇപ്പൊ ശരിക്കും ബുംറ ഒരു ഫോമിന്റെ ഒരു നിഴല് മാത്രമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഫോമിന്റെ പ്രശ്നമാണോ, ടാക്ടിക്സിൽ വന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ ബുംറ അവരുടെ ക്യാപ്റ്റൻ ഉപയോഗിക്കുന്ന രീതിയുടെ പ്രശ്നമാണോ എന്നുള്ളത് 1-2 മത്സരം കഴിയുമ്പോൾ ക്ലിയർ ആവും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ ബുംറയുടെ സൈഡിൽ നിന്നും കുറെയൊക്കെ എഫർട്ട് വേണം എന്ന് തോന്നുന്നു. കാരണം ബുംറ പേസ് ജനറേഷൻ ആയാലും ബുംറ ഇപ്പൊ 135 അല്ല അത് പക്ഷേ ബുംറയുടെ പേസ് കുറഞ്ഞല്ല, ബുംറയുടെ സ്ലോവർ ബോൾസ് യൂസ് ചെയ്യണം. അതുകൊണ്ട് ആവറേജ് സ്പീഡ് കാണിക്കുമ്പോൾ നമുക്ക് പഴയ പോലെ മൂവ്മെന്റ് ഒന്നും അത് മൂവ്മെന്റ് ഇപ്പൊ ശരിക്കും ആർക്കാ കിട്ടുന്നത്. ബോൾട്ടിലും ശരിക്കും അവരുടെ ബുംറയുടെ ഒപ്പമുള്ള ഏറ്റവും നല്ല 2 സ്വിംഗ് ബോളേഴ്സാണ് ദീപക് ചഹറും ട്രെന്റ് ബോൾട്ടുമാണ്. ഇവർക്ക് പോലും കിട്ടാത്തൊരു മൂവ്മെന്റ് പിന്നെ ഔട്ട് ഓഫ് ഫോം ആണ് കുറെ നാളുകളായിട്ട്. അതെ, ഒരു പോരായ്മ ഉണ്ടാവാം. ബോൾട്ട് കഴിഞ്ഞ സീസണിലൊക്കെ ഗംഭീരമായി കളിച്ച ബോൾട്ടാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇപ്പൊ ബോൾട്ട് കളിക്കുന്നില്ല. പ്രശ്നമാവാം. എതിർവശം ഒരു സപ്പോർട്ട് ഇല്ലാത്തതിന്റെ പ്രശ്നം ബുംറയ്ക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ സ്പീഡിന്റെ കാര്യം പറയുമ്പോൾ ഒരു 60-70% ബോളുകളും ഫാസ്റ്റായിട്ട് എറിയും. ബാക്കി സ്ലോവർ ബോൾ എറിയുമ്പോഴേ അതിനൊരു സർപ്രൈസ് എലമെന്റ് ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 45% സ്ലോ ബോൾസ് ആണ് മുമ്പ് എറിയുന്നത്. 2 ബോൾ എറിയുമ്പോൾ അതിൽ 1 സ്ലോ ആയിരിക്കും എന്നുള്ള ബാറ്റ്സ്മാൻമാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ബുംറ വരുമ്പോൾ ബാറ്റർമാർ പൊതുവെ കുറെ കോഷ്യസ് ആവും. അവർ കുറച്ച് സ്ലോ വിക്കറ്റ് സേഫ് ആക്കി കളിക്കും. അതൊരു ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഈ ക്യാപ്റ്റൻസിയും മുംബൈ ടീമിലുള്ള ഈ അസ്വാരസ്യങ്ങളൊക്കെ എല്ലാം ഒരു മേ ബി അതൊരു കാരണമാവും. അതൊരു ഓസ്ട്രേലിയ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു മത്സരത്തെ കാണുകയും ചെയ്തു. അതല്ല ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഈ ഫീൽഡിംഗ് സെറ്റ് ആണെങ്കിൽ ഇല്ലാത്ത അതിന്റെ ഒരു അഭാവത്തില് ബുംറ ഈ മറ്റേ ആശങ്ക പ്രകടിപ്പിച്ച പോലത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടത്. പിന്നെ ബുംറ ഒരു സ്ട്രൈക്ക് ബൗളറായിട്ട് ഉപയോഗിക്കുന്ന പോലെ അല്ല എനിക്ക് തോന്നിയത്. ബുംറനെ എറിയിപ്പിക്കുന്നത് 3-4 ഓവർ എറിയിപ്പിച്ചിട്ട് പിന്നെ കൊണ്ടുവരുന്ന ഡെത്ത് ബോളറാണ്. ഫസ്റ്റ് ചേഞ്ച് വരിക, പിന്നെ ഡെത്ത് ബോളറായിട്ട് അവിടെ ഒരു വിക്കറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടൊന്നും ബുംറനെ യൂസ് ചെയ്യണില്ല. രോഹിത് ശർമ്മ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറനെ ഈ പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷമാണ് ബുംറനെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ ബോളേഴ്സ് ഉണ്ടായിരുന്നു മുംബൈയിൽ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഫോമിലല്ല പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു മറുവശത്ത് ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിന്നറുടെ അഭാവം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്.
പിന്നെ അതുപോലെ ഈ പഞ്ചാബ് കിങ്സ് ആയിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഈ ശ്രേയസ് അയ്യരും ബുംറേനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചു. എന്ന് വെച്ചാല് നേരത്തെ നമ്മൾ ഈ ബാറ്റ്സ്മാൻമാര് കോഷ്യസ് ആവുന്നവരും പറഞ്ഞ പോലെ തന്നെ ബുംറ ഇപ്പൊ കൂടുതൽ റൺസ് വഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 താഴെ ഉണ്ടായിരുന്ന ഇക്കോണമി ഇപ്പൊ ഈ സീസണില് 8.6 മറ്റാണ്. അതൊരു ബുംറേനെ 40 റൺസ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു. ബുംറയുടെ ക്ലാസ്സുള്ള ഒരു ബോളറെ സംബന്ധിച്ച് അത് എക്സ്പെൻസീവ് ആണ്. നോർമലി 8-8.5 റൺസ് പെർ ഓവർ വലിയ കുഴപ്പമില്ലാത്ത ബുംറന്ന് എക്സ്പെക്ട് ചെയ്യുന്നതല്ല. റണ്ണ് കണ്ടെയ്ൻ ചെയ്യാനാണ് ഇപ്പൊ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ ബുംറ കൂടുതലായിട്ട് റൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അപ്പോൾ മറു സൈഡിൽ നിന്ന് വിക്കറ്റ് വീഴും, മറ്റ് ബോളേഴ്സിന് വിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ അവസാനം ആകുമ്പോഴും ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടും. അതാണ് നമ്മൾ വേൾഡ് കപ്പിലൊക്കെ കണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ബുംറയ്ക്ക് റൺ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല, മറുവശത്ത് വരുന്ന ബോളർക്ക് വിക്കറ്റ് കിട്ടുന്നില്ല, ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുംബൈയുടെ പെർഫോമൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മുംബൈ ടീമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 5 കളി കളിച്ചതിൽ 4 കളിയും തോറ്റു. അപ്പൊ ഇത് സ്ഥിരം എല്ലാ സീസണിലും മുംബൈയിൽ കാണാറുള്ളതാണ് ഇങ്ങനെ ഒരു പാറ്റേൺ. കാരണം തോറ്റുകൊണ്ടാണ് ഇവര് തുടങ്ങാറ്. ദൈവത്തിന്റെ ഒരാൾ തോറ്റുകൊണ്ടേ തുടങ്ങുന്നുള്ള പോലെ അതൊരു പഴഞ്ചൊല്ലായിട്ട് മാറിയിട്ടുള്ള IPL. പക്ഷെ അവിടെയൊക്കെ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് ബുംറ 2 കളി ബ്രേക്ക് കൊടുക്കുന്നതും ആവാം. ഹാർദിക് പാണ്ഡ്യ മണ്ടത്തരൊക്കെ കാണിക്കുന്നുണ്ട്. പാണ്ഡ്യ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണം. രോഹിത് ശർമ്മ എങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ഡീൽ ചെയ്യുന്നത് കണ്ടാൽ അപ്പൊ അതൊക്കെ സംഭവിക്കാം. അല്ല, ഒരു 2 കളിയിൽ ഒരു ബ്രേക്ക് ഒരു പക്ഷെ ബുംറ ബെറ്റർ ആക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സാധ്യതയാണ്. വർക്ക് ലോഡ് കാരണം ബുംറേനെ ഇതുപോലെ കുറെ നാളിങ്ങനെ കൊടുത്തതിന് ആരാധകരിൽ നിന്നും വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഈ ബുംറ IPL ഫുള്ള് കളിക്കുന്നു, ഇന്ത്യയുടെ കളികൾ വരുമ്പോൾ പരിക്കായിട്ട് പുറത്തിരിക്കുന്നു, അങ്ങനെ ഒരു വിമർശനം. പക്ഷെ ഒരുപക്ഷെ ഇപ്പൊ അത് നേരെ തിരിച്ചു വന്നായിരിക്കും. ഇതിപ്പോ കുറച്ച് എഫേർട്ട് കുറച്ചിട്ടാൽ മതി എന്ന് ബുംറ തീരുമാനിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ് കോൺഷ്യസ് ഡിസിഷനൊക്കെ ഉണ്ടായതായിക്കോട്ടെന്നൊന്നുമില്ല. എന്തായാലും ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ച് ബുംറ ബോംബെക്ക് വേണ്ടി കളിക്കുന്നതിനേക്കാളും രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ കളിച്ചാൽ മതി. ടെസ്റ്റ് ഒക്കെ ഏറ്റവും നല്ല ഫോമിൽ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കട്ടെ, അങ്ങനെ നോക്കാം. ഇപ്പൊ ബോംബെ മാത്രമല്ലല്ലോ, ഇപ്പൊ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 കൾട്ട് ടീമുകളാണ് ബോംബെ ചെന്നൈ. ചെന്നൈയുടെ അവസ്ഥയും വലിയ വ്യത്യാസമൊന്നുമില്ല. 2 കളി ജയിച്ചു. അതേപോലെ കഴിഞ്ഞോണ വയസ്സും പടാന്നായിരുന്നു ചെന്നൈനെ കളിയായിക്കൊണ്ടിരുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ അതുമില്ല, രണ്ടുമില്ല, പെർഫോമൻസും ഇല്ല. ഇപ്പൊ അവരുടെ ഏറ്റവും നല്ല കൺസിസ്റ്റന്റ് കളിച്ചിരുന്ന ബോളർ ഖലീൽ അഹമ്മദ് പുറത്തായി. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ഒരു ബാറ്റർ ഉണ്ടായിരുന്നുള്ളൂ, അത് ആയുഷ് മാത്രമേ ഇപ്പോ ഔട്ടായി. മാത്രമൊക്കെ അവർ ഹാൻഡിൽ ചെയ്ത രീതി വളരെ മോശമായി. മാത്രമേ പരിക്കും കൊണ്ടാണ് ഈ 2-3 കളി ലാസ്റ്റ് കളിച്ചേക്കുന്നത്. ഒരു വേറെ പകരമായിട്ട് ഉള്ള നല്ലൊരു ബാറ്റർ ഇല്ലായ്മ. പകരം ഉർവിൽ പട്ടേലാണ് പിന്നെ വരാനുള്ളതിന്. എക്സ്പീരിയൻസ് ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉള്ളവരില്ല. അവര് ആദ്യത്തെ സീസൺ തൊട്ട് നോക്കിയാൽ അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ഒരു സ്റ്റേബിൾ പ്ലെയർ അവരുടെ മിഡിൽ ഓർഡറിലുണ്ട്. ബദ്രിനാഥ് ആയാലും അല്ലെങ്കിൽ റായിഡു ആയാലും പിന്നീട് ഹസിയെ പോലുള്ളവര്. ഈ ബ്രാവോ ആണെങ്കിലും ഈ ടോപ്പ് ഓർഡറിൽ അത്യാവശ്യം നല്ല കളിക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു പകരം വെക്കാൻ ഉർവിൽ പട്ടേൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ കാർത്തിക് ശർമ്മയിലും മറ്റേ പ്രശാന്ത് വീറും ഇവർ രണ്ടുപേരും 28 കോടിയാണ് 2 പേർക്കും മുടങ്ങിയത്. അത് അട്ടർ വേസ്റ്റ് ആയി പോയി എന്നുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത 2 പേരെ സ്കൗട്ട് ചെയ്തെടുക്കുമ്പോ അത് അവർ ചിന്തിക്കേണ്ടതായിരുന്നു. ഒരു സ്കൈ ഹൈ പ്രൈസിലൊക്കെ എടുക്കുമ്പോ. പക്ഷെ അതേസമയം ആർക്കും വേണ്ടാതെ അടുത്ത് സർഫറാസ് ഖാൻ ഭേദപ്പെട്ട സർഫറാസ് കളിക്കുന്നുണ്ട് അത്യാവശ്യം. ഈ പെർഫോമൻസ് കൊണ്ടൊന്നും ചെന്നൈ പിടിച്ചേക്കും എനിക്ക് തോന്നുന്നില്ല. ഇതിനപ്പുറത്തെ പ്രശ്നം ഓപ്പണിങ്ങിലാണ്. ഇപ്പൊ സഞ്ജു സാംസൺ ഫോമില് ആയിന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മറുവശത്ത് ഗെയ്ക്വാദ് അങ്ങേറ്റത്തെ ഫ്ലോപ്പാണ്. ഗെയ്ക്വാദിന് റൺസ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, കിട്ടുന്ന റൺസില് ഗെയ്ക്വാദിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ തിരിച്ചാണ് വരാറ്. കാരണം ഇന്ത്യൻ ടീമിൽ എടുക്കുമ്പോൾ ഗെയ്ക്വാദ് അധികം പെർഫോമൻസ് ചെയ്യാറില്ല ചില സിറ്റുവേഷൻസിൽ. ഇപ്പൊ കഴിഞ്ഞ ഓഡിയോയിൽ സെഞ്ചുറി അടിച്ചു, ഇപ്പൊ നല്ല ഫോമിലാണ്. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ എടുക്കുമ്പോ IPL കണ്ട പെർഫോമൻസ് ഒന്നും കാണാറുണ്ടാവില്ല. പക്ഷെ ഇതിപ്പോ തിരിച്ച് നേരെ വന്നേക്കാണ്. ഇപ്പൊ IPL കളിക്കുന്നില്ല പുള്ളി. അതെ, ഇനിയിപ്പോ ഇവർക്ക് ക്യാപ്റ്റൻ ആയതിന്റെ ക്യാപ്റ്റൻസിയുടെ പ്രഷറാണോ അതോ ഇനിയിപ്പോ സഞ്ജു ടീമിൽ വന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ? അവരുടെ ക്യാപ്റ്റൻസി ചേഞ്ച് പോലും ഇനി സംഭവിക്കാന്നാണ്. കാരണം അത്രയും ഇപ്പൊ 2 കളി ജയിച്ചു എന്ന് പറയാം, പക്ഷെ പെർഫോമൻസ് പൂറാണ്. ചെന്നൈയുടെ ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൻഷുൽ കാംബോജും ഗുർജപ്രീത് സിംഗും ആണ്. ഗുർജൻപ്രീത് സിംഗ് ഫസ്റ്റ് IPL ഡെബ്യൂട്ട് സീസണാണ്. പിന്നെ ഉള്ള നേരത്തെ പറഞ്ഞല്ലോ ഖലീല് പോയി. പിന്നെയുള്ള ഫോറിൻ ബോളർ എന്ന് പറയാൻ ഓവർട്ടൺ മാത്രമേ ഉള്ളൂ. ഓവർട്ടൺ നന്നായിട്ട് ഓൾറൗണ്ട് പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷെ മാറ്റ് ഹെൻറി
പഴയ പോലെ നല്ലോണം തല്ല് കിട്ടുന്നുണ്ട്. മാരിൻട്രിയ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അത്ര പരിചയമില്ല, എത്ര പെർഫോം ചെയ്യുന്നു എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നൂർ അഹമ്മദ് അയാള് വേൾഡ് ക്ലാസ് ബോളറാണ്, പക്ഷെ ആ ഒരു ഫോമിലല്ല ഇപ്പൊ കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അവരുടെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. ഈ സീസൺ അതുപോലെ കളിക്കണല്ലോ. ഇപ്പം ചെന്നൈക്ക് എല്ലാ തൊട്ടതെല്ലാം പഴിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ്. ഈ തല ധോണി ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അല്ല, ധോണി ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഇമ്പാക്ട് സബായിട്ടല്ലേ ഇറങ്ങുള്ളൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. അപ്പൊ ധോണി മത്സരം നിയന്ത്രിക്കാൻ ഒരു 7-8 ബാറ്റിംഗ് ഇറങ്ങുമായിരിക്കും. പക്ഷെ തല നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സ്റ്റെമ്പിന് മുന്നിൽ നിൽക്കുന്നതിനെക്കാട്ടിലും പിന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കണ്ടത്. ഈ കുൽദീപ് യാദവിനെയും അല്ലെങ്കിൽ യുസ്വേന്ദ്ര ചഹലിനെയൊക്കെ പോലുള്ള ബോളേഴ്സിനെ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്നത് ധോണി വിക്കറ്റിന് പിന്നിലുള്ള സമയത്താണ്. എങ്ങനെ യൂസ് ഏത് ബോളർ കിട്ടിയാലും യൂസ് ധോണി വിക്കറ്റിന് പിന്നിലുള്ളത് കൊണ്ട് മാത്രം ഗംഭീര പ്രകടനം നടത്തിയ ഈ മൻപ്രീത് ഗോഡിയെ പോലുള്ള ബോളേഴ്സ് ഉണ്ട്. ഈശ്വർ ചന്ദ് പാണ്ഡെ ഒക്കെ അതിന് ഉദാഹരണം. ഈശ്വർ പാണ്ഡെ പക്ഷെ ധോണി ഇപ്പൊ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ധോണിയെ കൊണ്ട് ഇനി ചെന്നൈക്ക് അത്ര വലിയ പ്രയോജനം തിരിച്ചു വരുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്ന ഒരു സാധ്യത ബ്രേവിസ് അത്യാവശ്യം ഫോമിലാണ്. ബ്രേവിസിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നു. ഇപ്പൊ കഴിഞ്ഞ കളിയിലൊക്കെ ബ്രേവിസ് ഇറങ്ങുന്നത് 6ാമതോ. അതെ, ഒരുപാട് അയാളുടെ കഴിവ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് താഴെയാണ്, ഫോമിലും ആണ്. പഞ്ചാബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂപ്പർ കൊണോലി കളിച്ചിരുന്ന താരമാണ് ഓസ്ട്രേലിയ. ഇറക്കി കളിച്ചു. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആള് പെർഫോമൻസ് കാണിക്കുന്നത്. ആദ്യ 2 കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു ടീമാണ് കൽക്കട്ട. അവരുടെ അവസ്ഥ ഇതിലും ഏറ്റവും ദുർബല ടീം എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പൊ ഇതില് സംഭവിച്ചെന്ന് പറഞ്ഞാല് ഈ IPL തന്നെ ഒരു തരം തലമുറ മാറ്റം, ടീമുകളുടെ കാര്യത്തിൽ ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നില്ല. പഞ്ചാബ് ഗംഭീര ഫോമിൽ കളിക്കുന്നു. ഇപ്പൊ RCB കഴിഞ്ഞ തവണ ആദ്യമായിട്ട് കപ്പ് കിട്ടിയ RCB അതേ ഫോം ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പുതിയ ടീമുകളായിട്ടുള്ള ഗുജറാത്തും ലക്നൌ ഒന്നും മോശമല്ല, പഴയ താപ്പാനകളാണ് വീണുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രവചനങ്ങൾക്കുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇതിപ്പോ എന്തായാലും IPL തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ഘട്ടത്തിൽ വരുമ്പോഴേക്കും ഇതിൽ കൂടുതൽ മാറ്റങ്ങൾ വന്ന് സംഭവിക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോ ഇനി വരുന്നത് വൺഡേ വേൾഡ് കപ്പ് ആണ്. വൺഡേ വേൾഡ് കപ്പിലുള്ള ടീം സെലക്ഷനെ സ്വാധീനിച്ചേക്കും എന്നാണ് പറയുന്നത്. അതിനകത്ത് മാറ്റങ്ങൾ വരാനാണെങ്കിൽ ഇപ്പൊ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി പരിക്കായി കഴിഞ്ഞു. രണ്ടുപേരുടെ വേൾഡ് കപ്പ് പങ്കാളിത്തമൊന്നും ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. പിന്നെ അതുപോലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലെയിം വെച്ചിരിക്കുന്ന ഒരാളാണ് രജത് പട്ടിദാർ. ഒരു അസാധ്യ ഷോട്ട് മേക്കിംഗ് ആണ്. ഇപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അവതാരത്തിലാണ്. ഷോട്ട് സെലക്ഷനും ക്ലാസിന്റെ കാര്യത്തില്, അത് സിക്സറുകളുടെ കാര്യത്തില് ഇപ്പോ സൂര്യവംശിയെക്കാട്ടിലും മുകളിലാണ് പട്ടിദാർ. അപ്പൊ അയാളൊരു മിഡിൽ ഓർഡർ സ്ലോട്ടിനുള്ള ഒരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട്. പിന്നെ വിക്കറ്റ് കീപ്പർമാരുടെ കാര്യം വരുമ്പോ അവിടെ ഒരു രാഹുൽ കളിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ പഴയൊരു ഫ്ലെയർ കാണുന്നില്ല. പിന്നെ രാഹുൽ മിഡിൽ ഓർഡറിലാണ് വൺഡേ കളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓപ്പണറാണ്. ഋഷഭ് പന്ത് പഴയ ഫോമിലല്ല. പിന്നെ ജിതേഷ് ശർമ്മയ്ക്ക് കാര്യമായ ചാൻസ് കിട്ടുന്നില്ല. RCB ബാറ്റിംഗ് അത്രയും ഫോമിലായതുകൊണ്ട് ജിതേഷ് ശർമ്മയ്ക്ക് ചാൻസ് വരുന്നില്ല. പിന്നെ അപ്പൊ സഞ്ജു സാംസൺ ഒരു ചാൻസ് അവിടെ പിന്നെ കിടക്കണം, വൺഡേയിലും ടീമിൽ കൂടി വരാനുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് പട്ടിദാർ. പേസ് ബോളിങ്ങിന്റെ കാര്യത്തിൽ പക്ഷെ ശുഷ്കമാണ് ഇന്ത്യക്ക് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഇത്തവണത്തെ ബോളേഴ്സിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ലക്നൌവിലെ പ്രിൻസ് യാദവ്, മൂസിൻ ഖാൻ, പിന്നെ കാർത്തിക് ത്യാഗി കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഒരു വേൾഡ് കപ്പ് ടീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളല്ല ഇവരൊക്കെ അതിനുവേണ്ടി പാകപ്പെടുത്താവുന്നുള്ളൂ. ഈവൻ അർഷ്ദീപ് സിംഗിന് പോലും ഇതുവരെ പാകപ്പെടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സിറാജ് ടീമിൽ സ്ഥിരമല്ല, ഷമിയെ പരിഗണിക്കുന്ന പോലും ഇല്ല. ആകെ ബുംറ മാത്രമാണ് ആ ടീമിലൊരു പേസ് ബോളിംഗ് നമുക്ക് ഉറപ്പുള്ള ഒരാളാണ്. നമുക്ക് ഇപ്പൊ ലെഫ്റ്റ് ആം എന്ന് പറയാനായിട്ട് ബോഡിയിൽ ഹർഷദീപിന് സ്ഥിരമാകുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ലെഫ്റ്റ് ആം പേസർ ഏതൊരു ടീമിലും ഒരു നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അതൊരു ഭാഗ്യപരീക്ഷണം. വേൾഡ് കപ്പ് പോലൊരു ടൂർണമെന്റിലേക്ക് ഒരു ഡെബ്യൂ ആയിട്ട് ഒരാളെ ഇറക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാല് ഭുവനേശ്വർ കുമാർ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. ഭുവനേശ്വർ കുമാർ ഔട്ട് ഓഫ് കണ്ടക്ഷൻ ആണ്, പക്ഷെ പരിഗണിക്കുന്നില്ല. പക്ഷെ ഭുവനേശ്വർ കുമാർ മറ്റ് ഈ പറയുന്ന യുവതാരങ്ങളെക്കാളൊക്കെ നന്നായിട്ട് കളിക്കും. ബെസ്റ്റ് ഓപ്ഷനാ, അത് ഒരു സംശയമില്ല. ന്യൂ ബോൾ അറിയാൻ ഇത്രയും നന്നായിട്ട് യുവതാരങ്ങളില് ഗംഭീരം എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് ഇവരെയൊക്കെ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതിനപ്പുറത്തേക്ക് ഒരാളെ തോന്നിയത് പ്രിൻസ് യാദവ് വേഗം കൊണ്ടും
കൃത്യത ലെങ്ത്തും കൺസിസ്റ്റന്റ് ആയിട്ട് പുള്ളി കഴിഞ്ഞ സീസണിലും ഇയാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഇല്ലാത്ത ഒരു കൃത്യതയും വേഗമൊക്കെ ഇപ്പൊ ഈ സീസണിൽ കാണുന്നുണ്ട്. കുറെ നാൾ കഴിയുമ്പോഴേക്കും ഗെയിം ഇമ്പ്രൂവ് ആവും. അപ്പൊ ഒരു ഇന്ത്യയിലേക്ക് കോളപ്പ് കിട്ടി കഴിയുമ്പോ ഇത്തിരി കൂടി മെച്ചപ്പെടുന്ന പ്രതീക്ഷിക്കും. ഇനി ഈ രണ്ടാം ഘട്ടത്തിലേക്ക് IPL കടക്കുമ്പോ ഇതിലും കൂടുതൽ മാറ്റങ്ങൾ ടീമുകളിലും കുറെ ഫോമുകളിലൊക്കെ വ്യത്യാസം വരും. ഇപ്പൊ ടോപ്പ് ഫോം വയ്ക്കുന്ന ടീമുകൾ കുറച്ച് ചിലപ്പോൾ താഴ്ത്തു പോകും. IPL ഒരു ലോങ് ടൂർണമെന്റ് ആണല്ലോ, 2 മാസമൊക്കെ നീളുന്ന ടൂർണമെന്റ് ആകുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഇനിയും വരും. നമുക്കതേ കുറിച്ചൊക്കെ വരും ദിവസങ്ങളൊക്കെ സംസാരിക്കാൻ കൂടും. സ്പോർട്സ് ഓണിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.